15 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും നേടിയ ബിസിനസ് അനുഭവ സമ്പത്തിൽ തൻ്റെ സ്വന്തം ഗ്രാമമായ തിരുവനന്തപുരം ജില്ലയിലെ മൂതലയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ശ്രീ അംജാദ്. അതോടൊപ്പം നാട്ടിലെ നിർമ്മാണ യൂണിറ്റുകളുടെ കുറവും ഒട്ടനവധി തൊഴിൽ രഹിതരായ കഴിവുള്ള സ്ത്രീകളുടെ ലഭ്യതയുമാണ് ഈ സ്ഥാപന രൂപീകരണത്തിന് ശ്രീ അംജാദിനെ പ്രേരിപ്പിച്ചതും. വളരെയധികം വെല്ലുവിളികൾ തുടക്കത്തിൽ നേരിട്ടെങ്കിലും ആശ്വാസമേകാൻ നമ്മുടെ വ്യവസായ വകുപ്പ് അരികിലുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ആദ്യ നിർമ്മാണ യൂണിറ്റ് ആയതിനാൽ കടമ്പകൾ ഏറെ കടക്കേണ്ടതായി വന്നു ശ്രീ അംജാദിന്. ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയായിരുന്നിട്ട് കൂടി സ്വന്തം ഗ്രാമത്തിലെ തൊഴിൽ രഹിതരായ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി നിത്യോപയോഗത്തിനാവശ്യമായ 100 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശലക്ഷ്യം. മികച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നൂതന യന്ത്രസാമഗ്രികളുടെ പ്രവർത്തനം, സാങ്കേതികമായി സ്ത്രീകളെ പഠിപ്പിക്കുക എന്നതായിരുന്നു ഒരു വെല്ലുവിളി. അതിനായി നിരവധി വിദഗ്ധരായ പരിശീലകരെ കൊണ്ട് അതും സാധ്യമാക്കി. ഇന്ന് തൻ്റെ നാട്ടുകാർ സ്വന്തം നാട്ടിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ 10ഓളം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിച്ചു. ഇനി നമുക്ക് ഫാക്ടറിക്കുള്ളിലെ തുടർ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് ബിൻഷ അംജദ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇൻ്റർനാഷണൽ മാനുഫാക്ചറിംഗ് ഇന്നോവേഷൻസ് എന്നാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ എന്ന പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ ഈ സ്ഥാപനം കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശത്ത് കുറച്ച് സ്ത്രീകൾക്കെങ്കിലും ജോലി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയും ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും 100 പ്രോഡക്ട്സ് എങ്കിലും വിദേശ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഈ സ്ഥാപനം കൊണ്ടുവന്നത്. ഞാൻ ഷാജഹാൻ, ഈ കമ്പനിയിലെ ജനറൽ മാനേജരാണ്. ഈ സ്ഥാപനം കേരള സർക്കാരിൻ്റെ ഈ K-50 പദ്ധതി അനുസരിച്ച് തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. ഇവിടെ ഈ പള്ളിക്കൽ പഞ്ചായത്തിലെ സമീപ പ്രദേശങ്ങളിലുള്ള 16ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ വെളിനാട്ടിലേക്ക് കയറ്റി അയക്കുക. ഇവിടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ ജില്ലകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ധാരാളം ജീവനക്കാർക്ക് അങ്ങനെ ജോലി ലഭിക്കുന്നുണ്ട്. കൂടുതലായിട്ട് 100 പ്രോഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ MD പറഞ്ഞതുപോലെ. 100 പ്രോഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. അത് ഇപ്പം 10ഓളം പ്രോഡക്ട്സുകളായി കഴിഞ്ഞു. അതിന് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട്. വിദഗ്ധരായ ട്രെയിനേഴ്സിനെ വെച്ചിട്ടാണ് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പല വ്യക്തികളും ഇവിടെ ഈ ട്രെയിനിങ്ങിന് വരാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് തക്കതായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വ്യവസായ വികസന വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ നല്ല ഒരു സ്ഥാപനമാക്കി ഇതെടുക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതനുസരിച്ച് കൂടുതൽ ആൾക്കാർക്ക് ജോലി ലഭിക്കുവാനും നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും അന്യനാട് പ്രദേശങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുവാനൊക്കെ ആയിട്ടുള്ള സംരംഭങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലൈസൻസ് ഞങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സംരംഭങ്ങൾ. നമസ്കാരം, എൻ്റെ പേര് ലക്ഷ്മി. ഞാനിവിടെ ക്വാളിറ്റി കൺട്രോളർ ആൻഡ് HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ ബൃഹത്തായതും വ്യത്യസ്തമാർന്നതുമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് IMI കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശത്താണ് ഇങ്ങനെയൊരു സംരംഭം ആരംഭിച്ചതെങ്കിൽ കൂടി അന്താരാഷ്ട്ര നിലവാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ക്വാളിറ്റി കൺട്രോളും HR-ൻ്റെയും കാര്യത്തിൽ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരത്തെ പറ്റി കൃത്യമായ ഒരു ഐഡിയ നമ്മുടെ തൊഴിലാളിക്ക് കൊടുക്കുകയും
പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റേജിലും അതിന് വേണ്ടുന്ന ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ തുടക്കം മുതൽ പാക്കിംഗ് വരെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തി പ്രോഡക്റ്റ് ഫിനിഷായി കഴിഞ്ഞിട്ടും നമ്മൾ കൃത്യമായ ഒരു ക്വാളിറ്റി കൺട്രോളിന് ശേഷം മാത്രമേ പ്രോഡക്റ്റ് അപ്രൂവ് ചെയ്ത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മറ്റ് മാർക്കറ്റിലേക്കും വിടത്തുള്ളൂ. എത്ര ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്താണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ HR, ഇവിടുത്തെ ഓരോ തൊഴിലാളികളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ആനുകൂല്യങ്ങളും ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളൊക്കെ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ തൊഴിലാളികളെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും സ്ത്രീ തൊഴിലാളികളാണ്. അവരുടെ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നതിൽ അവിടെ ജോലി ചെയ്യാൻ സാധിച്ചതിൽ അവർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. ഒരു ഫാക്ടറിയുടെയും കമ്പനിയുടെയും ഒക്കെ ചട്ടക്കൂടിന് പുറത്ത് നിന്ന് ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. 10-ലധികം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇപ്പം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം വ്യത്യസ്തമായ മെഷീനുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തൊഴിലാളികളുടെ സേഫ്റ്റിക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ പ്ലേറ്റുകളും കപ്പീസിനും നല്ല ഡിമാൻഡാണ്. ഇത് 12 ഇഞ്ചിൻ്റെ വൈറ്റ് പ്രീമിയം പ്ലേറ്റുകളാണ്. ഇത് 8 ഇഞ്ചിൻ്റെ പ്ലേറ്റുകളാണ്. ഇത് 6 ഇഞ്ചിൻ്റെ പ്ലേറ്റുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വിറ്റഴിക്കുന്നത്. നാടിനും നാട്ടുകാർക്കും സന്തോഷവും സമ്പാദ്യവും സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇന്റർനാഷണൽ മാനുഫാക്ചറിംഗ് ഇന്നോവേഷൻസ്.